പാനിക്കുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്തിച്ചേരേണ്ടതുണ്ട്. ആളുകൾ അങ്ങോട്ടേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. രക്ഷാപ്രവർത്തകരെ കൂടുതലായി ഈ മേഖലയിലേക്ക് വിന്യസിക്കുക എന്നത് തന്നെയാണ് വെല്ലുവിളി. വയനാട്ടിൽ ഹെലികോപ്റ്റർ 8 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന ഏറ്റവും പുതിയ വിവരം കൂടി ലഭിക്കുന്നു. വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ, ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ ആളുകൾക്ക് വൈദ്യുതി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം മൊബൈൽ ഫോണുകളിൽ ചാർജ് ഉണ്ടാകും, വിവരങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. നേരത്തെ വാർഡ് മെമ്പർ നൂറുദ്ദീൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 20-ലധികം പേര് ഇപ്പോൾ തന്നെ കാണാതായിട്ടുണ്ട്. 70-ലധികം വീടുകൾ ആ മേഖലയിലുണ്ട്. ഇപ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഈ ചെളിയൊക്കെ വന്ന് മൂടിക്കിടക്കുന്നതിനാൽ ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. 8 മണിക്ക് ഹെലികോപ്റ്റർ എത്തിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ നമുക്കൊരു വിവരം നൽകുന്നുണ്ട്. 5 മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ദീപക് മോഹൻ നൽകും വിവരമെന്നാണ് നമ്മൾ കരുതുന്നത്. ഉരുൾപൊട്ടിയപ്പോൾ പലരും ഉറക്കത്തിലായിരുന്നു എന്ന് തന്നെയാണ് 20 പേരെ കാണാനില്ലെന്ന് വാർഡ് മെമ്പർ നൂറുദ്ദീൻ പറയുന്നു. ദീപക്, ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത്. നിലവിൽ നിൽക്കുന്ന സ്ഥലത്തെ രക്ഷാപ്രവർത്തനം, ഓരോ ഇടങ്ങളിലെ ചെടി നീക്കി രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണെന്ന് അറിയാൻ കഴിയുന്നു. പല കെട്ടിടങ്ങളുടെയും മുകളിൽ ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു കാർ പൂർണ്ണമായും ചെളി പൂണ്ട് കിടക്കുകയാണ്. നിരവധി പാറകളൊക്കെ ഇങ്ങനെ ഒലിച്ചു വന്ന് കിടക്കുന്നത് കാണാമല്ലേ? അതൊക്കെ സ്വാഭാവികമായി അവിടെ ഉണ്ടായതാണോ, അതോ ഈ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന പാറകളൊക്കെയാണോ നമ്മൾ കാണുന്നത്? ഈ വീടുകളിലൊക്കെ വലിയ രീതിയിൽ, അതായത് ഒരു പ്രദേശമാകെ ഇങ്ങനെ ഒലിച്ചു പോയ അവസ്ഥ അല്ലേ? തീർച്ചയായും വിനീത, വലിയൊരു അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്ന പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയെ തുടർന്നാണ് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു കാർ ചളിയിൽ പുതിഞ്ഞു കിടക്കുന്നുണ്ട്. എതിർവശത്തെ വീടിന് മുകളിൽ ചെറിയ കുട്ടികളും സ്ത്രീകളുമെല്ലാം അവരെ രക്ഷാപ്രവർത്തകർക്ക് എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ്. അതിന് പ്രതീക്ഷ തരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ചൂരമല ടൗണിലായിക്കോട്ടെ, ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത്, ഒപ്പം ഈ 2 ഇടങ്ങളിലായി പൊട്ടിയിട്ടുള്ള മുണ്ടക്കൈയുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ വീടിന്റെ തൊട്ട് എതിർവശത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടെ NDRF സംഘമുണ്ട്. അവർ അവിടെയെല്ലാം തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം ഈ ഭാഗത്ത് അകപ്പെട്ടിട്ടുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ എതിർവശത്ത് കാണുന്ന മുണ്ടക്കൈ തേയില മലകൾക്ക് ചേർന്നുള്ള ഈ പ്രദേശത്താണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇന്നലെ കനത്ത മഴ പെയ്തിരുന്നു. ഈ ഭാഗത്തെ പുഴയിൽ വെള്ളപ്പാച്ചിൽ വലിയ തോതിലുണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രാത്രി പെയ്ത കനത്ത മഴയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത്. പക്ഷേ നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം ഈ വീടുകളിലൊക്കെ ആളുകളെയൊക്കെ പരമാവധി ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 16 പേർ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 8 മണിയോടുകൂടി ഹെലികോപ്റ്റർ എത്തിക്കുമെന്ന് വനം വകുപ്പ് നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമായിട്ടില്ല. നിലവിൽ വയനാട് SP നാരായണൻ, ഒപ്പം MLA T സിദ്ദിഖ് തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. LDF കൺവീനർ ശശീന്ദ്രൻ തുടങ്ങിയ ആളുകളും ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് ഈ രക്ഷാപ്രവർത്തകർ അടിഞ്ഞു വന്ന വലിയ മരങ്ങളും മരക്കഷ്ണങ്ങളും മുറിച്ചു മാറ്റി ഒരു ജീപ്പ് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് മുൻപോട്ടേക്കുള്ള പാത സുഗമമാക്കുകയും അവിടെ പരിക്കേറ്റ ആളുകളെ എളുപ്പത്തിൽ പുറത്തേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ മരം മുറിച്ച് മാറ്റി വേണം ഈ ഭാഗത്ത് നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ. നമുക്ക് കാണാം, ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഇരുനില വെള്ള പെയിന്റ് അടിച്ച ഇരുനില വീടിന്റെ സമീപത്തൊക്കെ നിറയെ വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2ാം നിലയുള്ള വീടുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള ചെറിയ വീടുകൾ എല്ലാം തന്നെ മണ്ണിനടിയിലായി എന്നു തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി. പക്ഷേ ഇനിയും ഇവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുണ്ട്. നിലവിൽ 16 പേരാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതെ കൂടുതൽ പരിക്കേറ്റവരെ എളുപ്പത്തിൽ പുറത്തേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ വീടിന് മുറ്റത്ത് നിറയെ പാറകൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് വലിയ പരന്നു കിടക്കുന്ന ഒരു പ്രതലമായിരുന്നു. അങ്ങ്
എതിർവശത്ത് മുണ്ടക്കൈക്കുന്നുകളുടെ മുകൾ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഭാഗത്തുകൂടി ഉണ്ടായിരുന്ന നദി കരകവിഞ്ഞ് വേറൊരു ഭാഗത്തുകൂടെ ഒഴുകുകയും ഒപ്പം ചളിയും വലിയ പാറക്കഷങ്ങളും ഈ ഭാഗത്തേക്ക് വലിയ തോതിൽ ഒലിച്ചു വന്ന് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഇവിടെ ഉണ്ടായത്. ഏതായാലും ഇതിന്റെ പ്രഭവസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പാറക്കഷങ്ങൾ, അതായത് ഒരു ടിപ്പർ ലോറിയുടെ ട്രെയിലറിന് സമാനമായ വലുപ്പത്തിലുള്ള പാറക്കഷങ്ങൾ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നു. അതിന്റെ ആഘാതം വലുത് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ NDRF സംഘവും ഫയർഫോഴ്സും കരയിൽ നിന്ന് കോണി ഉപയോഗിച്ച് അപ്പുറത്തെത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ആളുകളെ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഫയർഫോഴ്സ് അവരുടെ യൂണിഫോം അണിഞ്ഞു നിൽക്കുന്നതിനൊപ്പം എതിർവശത്ത് പ്രദേശവാസികളും ഒപ്പം വയനാട്ടിലെ തന്നെ രക്ഷാപ്രവർത്തകരും ആ ഭാഗത്തും സഹായത്തിനായുണ്ട്. കൈമെയ് മറന്നുകൊണ്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്രയും പെട്ടെന്ന് ആളുകളെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മനസ്സ് മരവിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങിയിരുന്ന ആളുകൾ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥ. നിമിഷ നേരം കൊണ്ട് ആർത്തലച്ചു വന്ന വലിയ ഒരു മലയുടെയും ചെളിയുടെയും മണ്ണിനും ഉള്ളിലായി പോകുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമാണ്. ഏതായാലും കൂടുതൽ ആളുകൾക്ക് അധികം പരിക്കുകൾ ഏൽക്കാതെ എളുപ്പത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ആ വീടിന് മുകളിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനായി NDRF സംഘം കോണി ഈ ഉരുൾപൊട്ടൽ തുടർന്നുണ്ടായ ഈ ചെറിയ നദിക്ക് കുറുകെയായി കടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.